ഒരുപാട് ഫാൻ ബേസ് ഉള്ള ഒരു വണ്ടിയാണ് ടൈപ്പ് 2 സ്വിഫ്റ്റ്. അതിൽ നമ്മൾ കുറച്ച് സ്പെഷ്യൽ വർക്കുകളൊക്കെ ആഡ് ചെയ്യാനായിട്ട് പോവാണ്, ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് വേണമെങ്കിൽ പറയാട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ പറയുന്നത് നമ്മുടെ ഡാമ്പിംഗ് ഷീറ്റാണ്. വൈബ്രേഷനും അതേപോലെ തന്നെ പുറത്തു നിന്നുള്ള സൗണ്ടും അതേപോലെ തന്നെ ഓഡിയോ ക്വാളിറ്റിയൊക്കെയാണ് ഈ ഒരു സംഭവം നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നത്. 4 ഡോറിലും ഡിക്കിലും ഈ ഒരു വണ്ടിക്ക് നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നുണ്ട്. പരമാവധി ഡബിൾ ലെയർ ആയിട്ട് ചെയ്യാൻ നോക്കുക, സിംഗിൾ ലെയർ ആയിട്ട് നമ്മൾ ഔട്ട് സൈഡ് മാത്രം ചെയ്യാണ്ടിരിക്കുക കേട്ടോ. എന്നാൽ നമുക്ക് ആ ഒരു പെർഫെക്ഷൻ കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ കേട്ടോ. അതുപോലെ സബ് ബൂഫർ ആഡ് ചെയ്യുന്നത് പയനിയറിന് 1300 വാട്ട് വരുന്ന സബ് ബൂഫറാണ്. ഒപ്പം നമ്മളെ പയനിയറിന് തന്നെ 500 വാട്ട് വരുന്ന 2 ചാനൽ ആമ്പും കൂടി ചെയ്യുന്നുണ്ട്. ഈ ഒരു ആമ്പും പയനിയറിന്റെ സബ് ബൂഫറും റേറ്റും കുറവാണ്, അത്യാവശ്യം പെർഫോമൻസ് കിട്ടുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. ഇത് കണക്ട് ചെയ്യാനായിട്ട് എടുക്കുന്ന വയറിംഗ് കിറ്റ് നമ്മളെ സ്കോഷിന്റെ വയറിംഗ് കിറ്റ് ആണ് കേട്ടോ. 680 വാട്ട് വരുന്ന വയറിംഗ് കിറ്റ് ആണ്. നല്ല ലാസ്റ്റിംഗ് ചെയ്യുന്ന വയറിംഗ് കിറ്റ് ആണ്. കുറഞ്ഞത് ഒരിക്കലും ഇടരുതെന്ന് എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ കസ്റ്റമേഴ്സ് ഒക്കെ എപ്പോഴും വരുമ്പോൾ പറയാറുണ്ട് നിങ്ങളെ വയറിംഗ് കിറ്റ് ചെയ്യണതും അതേപോലെ തന്നെ നിങ്ങൾ പ്രിഫർ ചെയ്യണ വയറിംഗ് കിറ്റാണ് കൂടുതൽ നമ്മളെ വണ്ടിയിൽ പുറത്തുനിന്നാലും ഇടാറുള്ളത് എന്നുള്ളത് വളരെ സന്തോഷം കിട്ടുക. അപ്പോൾ ഇതിന്റെ കണക്ഷനൊക്കെ കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, ആംബിന്റെയും സബിന്റെയും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് ഇതിന്റെ സൗണ്ട് എഫക്ട് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും കേട്ടോ. പിന്നെ ഒരുപാടധികം ബാസ് എഫക്ട് കാര്യങ്ങളൊന്നും നമ്മൾ സെറ്റ് ചെയ്യില്ല, പാട്ടിനനുസരിച്ചാണ് ട്യൂൺ ചെയ്യാറുള്ളത്. അങ്ങനെ ആയാലാണ് നമുക്ക് പാട്ട് കേൾക്കാനൊരു രസം ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ആംബിന്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, സബിന്റെയും അതിന്റെ ട്യൂണിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒരു സോങ് എന്തായാലും വെച്ച് കേൾപ്പിക്കാം. ഈ ഒരു ടൈപ്പിലുള്ള സീറ്റ് കവേഴ്സ് അതിൽ ഉണ്ടായിരുന്ന കേട്ടോ. നോർമലായിട്ട് വരുന്ന ഫുൾ ബ്ലാക്കിൽ റെഡ് ഡിസൈൻ ആയിട്ട് വരുന്ന ഒരു സീറ്റ് കവറാണ്, കൊള്ളാം. പക്ഷെ ഇത് മാറ്റിയിട്ട് നമ്മൾ ഈ ഒരു ലുക്കിലേക്കാണ് ഈ ഒരു സീറ്റ് ആക്കിയിട്ടുള്ളത്. തൈ സപ്പോർട്ടും വിങ്സും ഷോൾഡർ കാര്യങ്ങളൊക്കെ നല്ല ഡെൻസിറ്റി ഉള്ള ഫോം വെച്ച് പാച്ച് ചെയ്തെടുത്തിട്ടുള്ള ഒരു സീറ്റ് കവേഴ്സാണ്. നാഫ ലെതറിലാണ് ഈ ഒരു സീറ്റ് ചെയ്തിട്ടുള്ളത്. ഇരിക്കാനായിട്ട് നല്ല കംഫർട്ടബിൾ ആയിട്ടുണ്ട് കേട്ടോ. ഒപ്പം തന്നെ നമ്മളെ DRL ചെയ്തിട്ടുണ്ട് ഇൻഡിക്കേഷൻ അടക്കമുള്ളത്. അതേപോലെ തന്നെ ഫോഗ് ലാമ്പും നമ്മൾ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. DRലും ഇൻഡിക്കേഷനും അത്യാവശ്യം നല്ല വെട്ടമുള്ള ഒരു ഫോഗ് ലാമ്പാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ബമ്പർ ലിപ്പ് ചെയ്തിട്ടുണ്ട്, ABS ക്വാളിറ്റിയോട് കൂടിയുള്ള ബമ്പർ ലിപ്പാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അത്യാവശ്യം നല്ല ലുക്ക് ആയിട്ടുണ്ട്. ബമ്പർ ഒരു ലോവർ ആയിട്ടുള്ള ഒരു ഫീൽ കാര്യങ്ങളൊക്കെ ഈ ഒരു ലിപ്പ് നമുക്ക് തരും കേട്ടോ. പിന്നെ ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ നമ്മൾ ഡിഫ്യൂസർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതും ABS ക്വാളിറ്റി തന്നെയാണ് കേട്ടോ, ഫൈബർ ക്വാളിറ്റി അല്ല. ഇതിൽ 3.5 അതേപോലെ തന്നെ സ്ക്രൂവിലാണ് ഇത് ഫിറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല രസമായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ ഉള്ളൂ നമ്മൾ ആ ഒരു സബ് വൂഫറിന്റെ ബാസ് എഫക്ട് അറിയാനായിട്ട് നല്ലൊരു സോങ് എന്തെങ്കിലും വെച്ച് കേൾപ്പിക്കാം. ഒരു സ്വിഫ്റ്റ് ഉള്ള കൂട്ടുകാരന് ഈ ഒരു വീഡിയോ പറ്റുകയാണോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ